തോന്നും പോലെ വാഗ്ദാനങ്ങൾ ഇവന്മാർക്ക് ഞാൻ എന്തോരം കൈക്കൂലി കൊടുക്കണ്ട്. അല്ലേ മനസ്സിലായോ? മനസ്സിലായില്ല. എന്നാ സാർ ഒരാളെ തട്ടുന്ന ഇങ്ങനെയാണ്? അങ്ങനെ മനസ്സിലായില്ല. ഒരാളെ എന്ത് ആരാടാ നീ? എന്താ ഇത് സാറേ? ഇത് ഛേ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ആരാന്ന് പറഞ്ഞു കൊടുക്കണോ ഞാൻ ആരാണെന്ന്? എന്നെ മനസ്സിലായോ? അയ്യോ, അത് പറയാനല്ല പറഞ്ഞത്. ഞാൻ ആരാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. സാറോ? 5 കൊലപാതകം, 4 കത്തിക്കുത്തി. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഞാൻ PVC പാർട്ടിയുടെ പൈപ്പല്ല പേപ്പർ വായിക്കണം, മനസ്സിലായില്ലേ? PVC പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതെ 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 അതെ. ഞാനൊരു കല്യാണക്കാരിയായിട്ട് വന്നതാണ്. ഓ മറ്റേ എന്നാ സംഭവം അറിയാവോ? എന്തുവാ? സാറിന്റെ ഭാര്യ വേറൊരാളോട് വിളിച്ചുകൊടുത്ത കാര്യമൊക്കെ നാട്ടുകാർ അറിഞ്ഞല്ലോ. അവരറിഞ്ഞോ? സാറിന് വേറെ പെണ്ണാലോചിക്കാൻ വേണ്ടി വന്ന ബ്രോക്കറാണ്. ഇത് വലിയ ആലോചിക്കാം. അല്ല, ഇത്ര എടിപെടിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം കൂടി വേണം. എന്താലോചിക്കാ? കല്യാണത്തിന്റെ കാര്യം. ആരെ കല്യാണത്തിന്റെ? അല്ലേ? നിന്റെ കല്യാണത്തിന്റെ കാശല്ല പറഞ്ഞത്, ഞങ്ങളുടെ ഒരു കല്യാണ കാര്യത്തിന് വേണ്ടി വന്നതാ. ഈ വയസ്സാകാലത്ത് മൂക്കി പല്ലി വെച്ചിരിക്കണം. തനിക്ക് കല്യാണം? തനിക്ക് നാണാവില്ലോ? എനിക്ക് കല്യാണല്ല, പിന്നെ ഒരു പെൺകുട്ടിയുടെയും ചെറുക്കന്റെയും കല്യാണം നിങ്ങൾ ഇവിടുന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. ഓ അങ്ങനെ. അതെ 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 അതെ. പെൺകുട്ടി നോർത്ത് ഇന്ത്യക്കാരിയാണ്, ചെറുക്കനും അതെ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അസംബന്ധം. അതായത് ആസാം ബന്ധം. ആസാമിൽ വെച്ചാണ് നമ്മൾ ഇവരായിട്ട് പരിചയപ്പെടുന്നത്. ആസാമിലുള്ള ബന്ധം? അതെ. അപ്പൊ ഇവിടെ വെച്ച് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. എന്നാ പിന്നെ ആ ചെക്കന്റെ പെണ്ണിന്റെ കല്യാണം ആസാമിൽ വെച്ചൊക്കെ നടത്തിയാ പോരെ? അത് ശരിയാവൂല. അവനൊരു ജാതി, അവളൊരു ജാതി, ഇവരെ 2 വീട്ടുകാരും ഒരു ജാതി വീട്ടുകാരും. അത് നടക്കൂല. അപ്പൊ ഇവിടെ വെച്ച് നമ്മുടെ പാർട്ടി ഇടപെട്ട് അത് രജിസ്റ്റർ മാരേജ് ചെയ്ത് കൊടുത്താൽ ആർക്കും അതിന്റെ വെയിറ്റ്? പാർട്ടിക്ക്. ജനങ്ങൾ പാർട്ടിയുടെ കൂടെ നിൽക്കും. ആർക്കാ വെയിറ്റ്? പാർട്ടിക്ക്. മനസ്സിലായില്ലേ? സംഭവം അറിയാമോ? ഇവരുന്ന് ഈ സാധാരണ പാർട്ടിയല്ല, ഇവര് കല്യാണ പാർട്ടി. കല്യാണ പാർട്ടിയല്ല, കല്യാണം നടത്തി കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി. അങ്ങനെ പറയാം. അല്ല, എന്നിട്ട് പെണ്ണെവിടെ? പെണ്ണിനൊന്ന് കാണണം. പെണ്ണിനെ മാത്രമല്ല, ചെറുക്കനെയും കാണണം. രണ്ടുപേരും കൂടെ ഒപ്പിട്ടാലല്ലേ രജിസ്ട്രേഷൻ നടക്കത്തുള്ളൂ. അതല്ല, പെണ്ണിനൊന്ന് കാണണം. തൊട്ടാ ചോര വരും. സുന്ദരിയാണ്. അതല്ല, അവളെ ആരെങ്കിലും തൊട്ടാ അപ്പ ചെപ്പക്കുറ്റി കളക്കും, അവന്റെ മുഖത്ത് ചോര വരും. അത്രക്ക് സാമർത്ഥ്യക്കാരിയുള്ള കുട്ടിയല്ലേ അത്. അതെ അതെ, ഞാൻ വിളിക്കാം. എന്നാ വിളി. സോനാവേനോ പൊട്ടിപ്പോകുന്ന എന്ത്? ഓണേ വീണാലേ? ഓണേ വീണാന്നല്ല പറഞ്ഞത്, ആ കുട്ടിയുടെ പേരാ സോനാവേനോ. ആവോ ഇധർ. ആഹാ. എന്തായി കാണിക്കണത്? അതെ, നാണം കൊണ്ട് കളം വരച്ചോണ്ടിരിക്കുക. ഇത് കുളം കുഴിക്കുകയാണല്ലോ. കുറച്ച് സിലോപ്പിനെ കൂടെ പിടിച്ചിട്ട് നമുക്ക് മീൻ വളർത്താം, നല്ല ലാഭം കിട്ടും. ആഫ്രിക്കൻ മൊഴി സീസണിൽ. അതെ, കുട്ടിക്ക് മലയാളം അറിയില്ല, ഹിന്ദിക്കാരാണ്. കുറച്ചൊക്കെ മലയാളം പഠിച്ചു വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ആണോ? അതെ. തലയ്ക്ക് അസുഖം തന്നല്ലേ? അറിഞ്ഞായിരുന്നാ? അപ്പൊ അത് കുറവുണ്ട്, ഗുളിയൊക്കെ കഴിച്ച് മാറാറുണ്ട്. അതല്ല, ഗ്രാമർ മിസ്റ്റേക്ക് വന്ന മലയാളം പഠിക്കുന്നത്. താങ്കൾക്ക് സുഖം തന്നെയല്ലാണ് ഉദ്ദേശിച്ചത്. അതെത്രേ ഉള്ളൂ. നമ്മളെ കെട്ടിക്കണം. കെട്ടിച്ചല്ലോ. 4-ാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞപ്പോ തോറ്റു പോയിട്ട് കെട്ടിച്ച് കല്യാണ പാർട്ടിയായിട്ട് നടക്കുമല്ലേ? അതല്ല, നമ്മളെ കെട്ടിക്കണം, താലി കെട്ടിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. ഷാജി. ഷാജി അല്ല, ഷാദി, കല്യാണം. അതാണ് ഉദ്ദേശിച്ചത്. ഒന്നും മിണ്ടണ്ട കേട്ടാ. ആയിക്കോട്ടെ, കുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കി എന്തൊക്കെ തോന്നുന്നുണ്ടോ നോക്കി. അതെങ്ങനെയാണ്? എനിക്ക് തോന്നിട്ടുണ്ട്, അവനല്ലേ തോന്നുന്നു. അതല്ലാന്ന്, പെൺകുട്ടിയെ എവിടേക്ക് പരിചയമുണ്ടോന്ന്. ഇത് എടോ വൈറലായ പെൺകുട്ടിയാ. അത് നടക്കത്തില്ല, അതൊക്കെ കല്യാണത്തിന് ശേഷം. അത് അങ്ങനത്തെ പരിപാടി അയ്യോ, ഉദ്ദേശം എന്താണെന്നറിയാം? യൂട്യൂബിൽ റീൽസ് ചെയ്ത് വൈറലായ പെൺകുട്ടിയാ. മുഖം പരിചയമുണ്ടോ നോക്കാനാ ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. നമ്മൾ ഈ കലിങ്ങിന്റെ മേളിൽ കാലി കയറ്റി വെച്ച് ഇവിടെ സോപ്പ് തേക്കുന്നത്. നിങ്ങൾ മുഖത്ത് നോക്കിയേ. മുഖത്തിട്ടൊക്കെ ആ സമയത്ത് ആര് നോക്കും? അതാണ്. അച്ഛാ മോളെ, ഒരു തെറ്റ് പറ്റിപ്പോൾ ഞാൻ അവിടെ ഇട്ട് നോക്കിയില്ല, മുഖത്ത് നോക്കിയില്ല, തെറ്റ് പറ്റി. അച്ഛാന്ന് പറഞ്ഞ നല്ലത് നോക്കണതാ? അതല്ലാന്ന്, അവര് ഹിന്ദിയിൽ നല്ലതെന്ന് പറഞ്ഞതാ. അങ്ങനെ? അതെ അതെ അതെ. അപ്പൊ ഈ കല്യാണം നടത്തണം എങ്ങനെയാണ്? അല്ല, അതിനുശേഷമുള്ള കലാപരിപാടികളൊക്കെ ഭക്ഷണം ബിരിയാണി. ഓ, ചിക്കൻ ബിരിയാണി അല്ല, ഓക്കെ ബിരിയാണി. ഒരു പാക്കറ്റ് ഉണ്ട്, എല്ലാവർക്കും പൊട്ടിച്ചേരും. അതുകൂടാണ്ട് അപ്പുണ്ട്. അപ്പം
കടലക്കറി ഇവിടുന്ന് തിരുവനന്തപുരത്താണ് അപ്പം. ഇവിടുന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് പോവാ, 10 മിനിറ്റ് കൊണ്ട് അപ്പം കഴിച്ച് ഇവിടെ തിരിച്ചെത്താം. അതാണ് നമ്മുടെ മെയിൽ. ആണല്ലേ? അതെ അതെ അതെ. ഈ ചെറുക്കൻ എന്നാ ജോലി? പണി കാം കാം ക്യാ? കാം നഹി. പണിയില്ലേ? ഇവന് പിതാജി ബഹുമാനം. പിതാജി ഇവനോട് പറഞ്ഞ് നിന്റെ കല്യാണം കണ്ടിട്ട് എന്റെ കണ്ണടയണം. പിതാജിയുടെ? അപ്പൊ ഇവന്റെ കല്യാണം കഴിഞ്ഞ പിതാജിയുടെ കണ്ണടയും, ചത്തുപോവും. പിന്നെ നമുക്ക് സ്വത്ത്. പിന്നെ കാമോട് കാമ്. കാമോട് കാമ്. കാമോ കാമ്. ഓക്കെ, അപ്പൊ നമ്മുടെ കാമ് നടക്കാം. വാ. അപ്പൊ കാര്യങ്ങളൊക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ നടത്തിയേക്കാം. ആയിക്കോട്ടെ. രജിസ്റ്റർ കച്ചേരി, ചെക്കന്റെ പെണ്ണിന്റെ ID പ്രൂഫ്. നമുക്കൊരു ഗാനമേളം കൂടെ വെച്ചാലോ? എന്തിന്? കച്ചേരി മാത്രമാക്കാണ്ട്. കച്ചേരി അല്ലടോ, എടോ രജിസ്റ്റർ കച്ചേരി. ഇതാണ് ID പ്രൂഫ്. ഇത് പെണ്ണിന്റെ സാർ ഒപ്പിട് സാർ. ഇത് ചെറുക്കന്റെ. ചെറുക്കന്റെ. ഓക്കെ അല്ലേ? ഓക്കെ. നിയമപ്രകാരം ഇത് നടത്തുമ്പോൾ വേറെ കാര്യമുണ്ട്. ഇത് ഫോട്ടോയൊക്കെ പതിക്കേണ്ടതൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്. എടോ ഇവിടെ ഫോട്ടോ പതിച്ച് അവർ ആസാമിൽ നിർത്തുമ്പോ 2 മാസം കഴിയും. അതെ. പിന്നെ എന്ത് കാര്യം? അതൊന്നും നോക്കണ്ട, നമ്മുടെ പാർട്ടിയാണ് നടത്തുന്നത്. ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇങ്ങോട്ട് വാ. പെങ്കൊച്ചു ഇവിടെ സൈൻ ചെയ്യും. ആശീർവാദ്. ആശീർവാദ്. ഷൈൻ ചെയ്. ഇനി ഇനി 2 സാക്ഷികൾ. സാക്ഷികൾ. സാറേ ഒപ്പിട്. ഒപ്പിടും. ഏ? ഒപ്പിടും. ഞാൻ ഒപ്പിടുന്ന പോലെയല്ല അവർ ഒപ്പിട്ടാല്. അതെ, ഒപ്പിട്ടുള്ളൂ. സാക്ഷി. എനിക്കാരെയും പഠിക്കണ മോനെ ഞാൻ ഇട്ടുള്ളടാ. എന്ത് വിഷയം? അതെ. കെട്ടുവള്ളോ? സംസ്കൃതം. ഉപ്പിലിട്ട് വെക്കാലോ. അതെ അതെ. ഓക്കെ, അപ്പൊ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞു. ഓക്കേ. ഓക്കെ, സന്തോഷായില്ലേ? ഇനിയാണ് ഈ പാർട്ടിക്ക് അഭിമാനിക്കാവുന്ന നേട്ടമുള്ളത്. ഓക്കെ. ഏതായാലും കല്യാണം സാറ് പാർട്ടിയുടെ കീഴിൽ നടത്തിയല്ലോ. കല്യാണ പാർട്ടി, രാഷ്ട്രീയ പാർട്ടി, തോറ്റ പാർട്ടി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളല്ലേ നമുക്ക് ഈ പാർട്ടി എല്ലാം ഉണ്ട്. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇനി പാർട്ടിക്ക്. കൈയടിക്ക് മക്കളെ, കൈയടിക്ക്. ഇവിടെ നടക്കൂല. എന്ത്? ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല. നമ്മുടെ മറ്റേ പാർട്ടിക്കാരനവൻ, എതിർ പാർട്ടി. ശരിയാവൂല. എന്റെ പൊന്ന് സാറേ, ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല. ആര് പറഞ്ഞു? മുഖത്ത് നോക്ക്, പ്രായമില്ലേ? പ്രായമുണ്ട്, പൂർത്തിയായില്ല. പൂർത്തിയായില്ല. ആര് പറഞ്ഞത്? ഞാനേ നിങ്ങൾ പറഞ്ഞ ആസാമിൽ പോയി ഒരു അന്വേഷണം നടത്തി. അവിടുത്തെ തെളിവുകൾ കൊണ്ടാ വന്നത്. രേഖകൾ നോക്ക്. ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല. കല്യാണം നടത്തിയ ഏമാമാരെല്ലാമേ പോക്സോ കേസിൽ അകത്താകും സാറേ. അപ്പൊ സാറകത്താവും. താനും ഞാൻ എന്തിനകത്താണ് സാറിനകത്താണ്? ഞാനകത്താവൂല. അതെന്നാ? ഞാൻ ഒപ്പിട്ടിട്ടില്ലല്ലോ. ഞാൻ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലേ ഞാനകത്താവും. ഒപ്പിട്ടില്ലെങ്കിൽ സാറിന്റെ പാർട്ടിയല്ലേ കല്യാണം നടത്തിയത്, അപ്പൊ സാറിനകത്താണ്. എങ്ങനെ? ആരാ ഒപ്പിട്ടത്? നിങ്ങളും അടികളും. അപ്പൊ ഞാനൊരിക്കലും അകത്താവുന്ന പ്രശ്നമില്ല. അതാണ് നമ്മുടെ ബുദ്ധി. മനസ്സിലായില്ലേ? ഇതെന്ത് പരിപാടിയാ സാറേ ഇത്? അതാണ് ഇപ്പൊ കേരളത്തിൽ നടക്കണത്. എന്ത്? അണികള് കഷ്ടപ്പെടും, നേതാക്കന്മാര് രക്ഷപ്പെടും.